കുട്ടികൾക്കൊപ്പം ചെടിയിൽ കളിച്ചും കൃഷി അറിവുകൾ പകർന്നും പത്മശ്രീ ചെറുവയൽ രാമൻ. പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ തയ്യാറാക്കിയ ചെളിക്കളത്തിലാണ് ചെറുവയൽ രാമൻ കുരുന്നുകൾക്ക് കൃഷിപാഠങ്ങൾ പകരാൻ എത്തിയത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. കാർഷിക അറിവുകൾ നേരിട്ട് മനസ്സിലാക്കുന്നതിനും മണ്ണിനോട് ചേർന്ന് നിൽക്കുന്നതിന്റെ സന്തോഷം അനുഭവിക്കുന്നതിനുമായാണ് കുരുന്നുകൾക്കായി പിലിക്കോട്ടെ ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ചെളിക്കളം ഒരുക്കിയത്. ഇവിടെ നടന്നുവരുന്ന ഫാം കാർണിവലിന്റെ ഭാഗമായാണ് കുട്ടികൾക്കായി പ്രത്യേകമായി ചെളിക്കളം തുറന്നത്. ഗവേഷണ കേന്ദ്ര മേധാവി ഡോക്ടർ ടി വനജയുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ നെൽവിത്തുകളുടെ കാവൽക്കാരനായ പത്മശ്രീ ചെറുവയൽ രാമൻ കുട്ടികൾക്ക് പാരമ്പര്യ കൃഷി അറിവുകൾ ലളിതമായി പകർന്നു നൽകി. ചെളിയിൽ കളിച്ചും കൃഷികാര്യങ്ങൾ ചോദിച്ചറിഞ്ഞും വിജ്ഞാനപ്രദമായ നിമിഷങ്ങളാണ് കുട്ടികളിവിടെ ചെലവഴിച്ചത്. തങ്ങളുടെ പാഠപുസ്തകങ്ങളിലെ ചെറുവയൽ രാമനെക്കുറിച്ചുള്ള ഭാഗങ്ങളെ സംബന്ധിച്ചും കൃഷിയെക്കുറിച്ചും ഒട്ടേറെ സംശയങ്ങൾ കുട്ടികൾക്കുണ്ടായിരുന്നു. രണ്ടു തരം പേരുണ്ടാവും കേട്ടോ. ഇതാണ് വളമെടുക്കുന്ന പേര്. അതുമ്പോഴേ ഇത്ര മാത്രമേ വെക്കാവൂ, താത്തരുത് കേട്ടോ. കൂടുതൽ താത്തി വെക്കരുത്, ഇത്രയും വെക്കാവൂ കേട്ടോ. അപ്പം നമുക്ക് ഈ വളം മാത്രമല്ല, ഇത് നമ്മൾ ഒരു 8 അടി അകലം വെക്കണം. കാരണം ഇതൊരു 4 ഇഞ്ച് വേര് അങ്ങോട്ടും പോകും, 4 ഇഞ്ച് വേര് ഇങ്ങോട്ടും വരും. അപ്പം നമ്മൾ 8 അടി അകലത്തേക്ക് വെച്ചേക്കണം. ഇത് വെച്ചാൽ മതി കേട്ടോ. ഇതല്ലേ വ്യക്തമാവണ്ട കേട്ടോ. എത്ര മതി 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 അങ്ങോട്ടൊക്കെ മുള ഇതിൻ്റെ അടുത്ത് വെക്കുക. ഇത്രയും വെക്കുക, ഇത്രയും വെച്ചാൽ മതി, ഇത്രയും വെച്ചാൽ മതി, ഇത്ര അകലം വെച്ചാൽ മതി കേട്ടോ. എല്ലാ ചോദ്യങ്ങൾക്കും സരസമായ ശൈലിയിൽ മറുപടി നൽകിയ അദ്ദേഹം അറിവിന്റെയും ലാളിത്യത്തിന്റെയും ഉദാത്ത മാതൃകയായി മാറി. 80% വിളവിലെടുക്കണം എന്ന്. 80% എന്ന് പറയുമ്പോൾ ഇതൊരു നെൽക്കതിരെന്ന് വെച്ചോളൂ. ഇവിടം വരെ പഴുത്തിട്ടുണ്ടാവണം. ഇവിടെ വരെ പഴുത്തു, ഇത്രയും ഭാഗം പഴുത്തിട്ടുണ്ടാവില്ല. നമുക്ക് ഫാമ ടീച്ചറൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അവർ ചിലപ്പോൾ രാമേട്ടൻ പറഞ്ഞു ശരിയല്ലാന്ന് ചിലപ്പം പറഞ്ഞേക്കാം. അപ്പോൾ അത് 80% വിളവിലെടുക്കുമ്പോൾ നമുക്കത് ഭക്ഷണത്തിന് ഗുണമുണ്ടാവും, വിത്തുകൾക്ക് ഗുണമായിരിക്കും, എല്ലാം ഗുണമായിരിക്കും. അപ്പം ഇത്രയും ശതമാനം കൂടുതൽ വിളവ് വന്നാൽ അത് മോശമാണ്. നമുക്കറിയാമല്ലോ, പഴമൊഴി പറയാറുണ്ട്, കൂടുതൽ വിളഞ്ഞാൽ വിത്തിന് കൊള്ളില്ല അല്ലേ, അധികം വിളഞ്ഞാൽ വിത്തിന് കൊള്ളില്ല എന്ന് പറയാറില്ലേ. അപ്പം അതുപോലെ അധികം വിളയാതെ ഇത്രയും പഴുത്തതിന് ശേഷം നമ്മൾ എടുക്കാവും കേട്ടോ. അതാണ് പിന്നെ 80% വിളവെടുക്കണം എന്ന് പറഞ്ഞത്. ഡോക്ടർ കെ വി സുമേഷ്, പി യമുന, എം ഗീത എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.